കാര്യങ്ങളും ദൈവം അതിന് നടത്തിപ്പ് നൽകുന്നതിനായി സ്തോത്രം. ഏറെ സമയത്തെ പ്രാർത്ഥന ഇവിടെയുള്ള ശുശ്രൂഷകൾക്കുണ്ട്. സ്തോത്രം. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് കടന്നു വരാം. ഇവിടെ രോഗികൾക്ക് സൗഖ്യമുണ്ട്. ഇവിടെ മനസ്സ് മുറിഞ്ഞവരുടെ ഉള്ളത്തെ വചനം കെട്ടുന്നു. ഇവിടെ മനസ്സ് തകർന്നവരുടെ ഉള്ളത്തെ കർത്താവ് പണിയുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവം വലിയവ ചെയ്യും. അതുകൊണ്ട് സ്തോത്രം. നാം എല്ലാവരും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. ഇന്ന് കർത്താവ് നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഒരു തീം ഇന്ന് ഇവിടെ ഉണ്ട്. യേശു ആര് എന്ന ചോദ്യം യേശു പത്രോസിനോട് പോലും ചോദിച്ചിട്ടുണ്ട്. സ്തോത്രം. അതിൻ്റെ ഉത്തരം പത്രോസിന്റെ സ്വയത്തിൽ നിന്നുള്ളതല്ല എന്നുള്ളതും യേശു പറഞ്ഞു. അല്ലേ? അത് യേശു കർത്താവിൻ്റെ ദൈവത്വത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു മറുപടി ആണ്. യേശു ആര് എന്ന പ്രമേയം ഇന്ന് പ്രാർത്ഥനാപൂർവം ധ്യാനിപ്പാൻ കൃപയിൽ ശരണപ്പെടുകയാണ്. ഇന്ന് വായിച്ച സങ്കീർത്തനങ്ങളെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനങ്ങൾ 3 ആണ് നാം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. സങ്കീർത്തനങ്ങൾ 3ന്റെ ഗ്രന്ഥകർത്തൃത്വം BC 1000 ജീവിച്ചിരുന്ന ദാവീദിന്റെ തൂലിക തുമ്പിൽ നിന്ന് ജന്മം കൊണ്ട മഹൽകൃതിയാണ് സങ്കീർത്തനങ്ങൾ 3. സങ്കീർത്തനങ്ങൾ 3 അകത്ത് അതിൻ്റെ 8ാമത്തെ വാക്യം ദൈവമക്കളിൽ ഒരാൾ വായിച്ചാലും, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. മതി. വൈരിയിൽ നിന്നുള്ള, വൈരി ആരാണ് എന്നുള്ളത് തലവാചകത്തിലുണ്ട്. അതിൽ നിന്നുള്ള രക്ഷയാണ് അതിൻ്റെ പശ്ചാത്തലം. എന്നാൽ രക്ഷ എന്ന പ്രമേയം, ആ പ്രയോഗം മാത്രം കൃപായുഗ വീക്ഷണത്തിൽ ഞാൻ എടുക്കാൻ കൃപയിൽ ശരണപ്പെടുകയാണ്. ഇന്നത്തെ തീമിലേക്ക് ഈ 8ാം വാക്യം ഒന്ന് ഘടിപ്പിക്കണം. സ്തോത്രം. ഇന്നത്തെ തീമിന് ആധാരമായ വാക്യവും കൂടെ പൊതുവിൽ വായിപ്പാൻ കൃപയിൽ ശരണപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 1ാമത്തെ അധ്യായം 21ാമത്തെ വാക്യം പൊതുവിൽ വായിച്ചാലും വായിച്ചു. യേശു എന്ന വാക്കിൻ്റെ നിർവചനം മലയാളം ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് യേശു എന്ന് പേരിടണം. യഹോശുവ എന്ന ആ എബ്രായ വാക്കിൻ്റെ ഗ്രീക്ക് രൂപമാണ് യേശു എന്നുള്ളത്. യേശു എന്ന പേരിൻ്റെ നിർവചനം മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നാം ഇവിടെ വായിച്ച് കേട്ടു. അഥവാ രക്ഷകൻ. അതിൻ്റെ എബ്രായ ശരിയായ നിർവചനം കർത്താവ് രക്ഷിക്കുന്നു, അഥവാ രക്ഷിക്കുന്ന കർത്താവ്. സ്തോത്രം. രക്ഷിക്കുന്ന കർത്താവ് എന്നുള്ള പ്രയോഗം കുറച്ചും കൂടെ സുഖമുള്ള വാക്കായി എനിക്ക് തോന്നുന്നു. അതിൻ്റെ ചുരുക്കരൂപം രക്ഷകർത്താവ്. സ്തോത്രം. ശ്രദ്ധിച്ചേ, രക്ഷ. നമ്മുടെ സ്കൂളിലൊക്കെ രക്ഷകർത്താക്കളുടെ മീറ്റിംഗ് ഉണ്ട്. രക്ഷകർത്താവ്.
രക്ഷകൻ, കർത്താവ് എന്ന യേശുവിൻ്റെ ഈ നാമങ്ങൾ, നമ്മുടെ കർത്താവിനെ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്കുകൾ ക്രിയാനാമങ്ങളാണ്. സ്തോത്രം. രക്ഷിക്കുന്നത് കൊണ്ട് രക്ഷകൻ, രക്ഷിക്കുന്നവൻ രക്ഷകൻ. കർത്തൃത്വം നടത്തുന്നത് കൊണ്ട് കർത്തൃത്വം അർത്ഥാൽ ക്രിയ ചെയ്യുന്നവൻ കർത്താവ്. മലയാളത്തിലൊക്കെ നാം ഇത് മലയാള ഭാഷയിലെ കർത്താവ് അതല്ല, കർത്താവ്. അപ്പോൾ അവൻ രക്ഷിക്കുന്ന കർത്താവ്. രക്ഷിക്കുക എന്ന ക്രിയ അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്ന രംഗം. വരുവീൻ, കാൽവറി മലമുകളിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് കയറി ചെല്ലുവീൻ. ഇരു കള്ളന്മാരുടെ നടുവിൽ, പാരിനും പരത്തിനും നടുവിൽ അവിടുത്തെ ഏകജാതനായ പുത്രൻ, ആമേൻ, ആ ഇരുമ്പാണികളിൽ തൂങ്ങിക്കിടക്കുന്ന കാഴ്ച ഒന്ന് കാണണം. ആണിക്ക് വേണ്ടി ഏൽപ്പിച്ച രംഗം ഒന്ന് കാണണം. പീലാത്തോസിന്റെ ഗൽത്തളത്തിൽ വെച്ച് തകർക്കപ്പെട്ട രംഗം ഒന്ന് കാണണം. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചില നിമിഷം കഴിയുമ്പോൾ നാം പങ്കെടുക്കാൻ പോകുന്ന, കൈനീട്ടാൻ പോകുന്ന തിരുവത്താഴം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് യേശു രക്ഷിക്കാൻ വേണ്ടിയുള്ള രക്ഷണ്യ ക്രിയ വെളിപ്പെടുത്തിയ രംഗം കാൽവറി ക്രൂശാൻ. അർത്ഥാൽ അവിടുത്തെ ജീവനാണ് നമുക്ക് നൽകിയത്. അവിടുത്തെ അവസാനത്തുള്ളി രക്തം വരെയുമാണ് നമുക്ക് വേണ്ടി ചീന്തിയത്. സ്തോത്രം. ഹല്ലേലൂയ. ഞായറാഴ്ച സഭായോഗത്തിന് കടന്നു വന്നിരിക്കുന്നവർ യേശു എനിക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടുവെന്നും യേശു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവെന്നും എന്നെ രക്ഷിക്കേണ്ടതിന് അവിടുന്ന് ശിക്ഷ ഏറ്റെടുത്തുവെന്നും എനിക്ക് വേണ്ടി എൻ്റെ കയ്യിൽ എൻ്റെ മേൽ വരേണ്ട ശിക്ഷ അവിടുന്ന് ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി രക്ഷകനായി തീരുന്ന രംഗം ഒന്ന് ധ്യാനിച്ചാലുണ്ടല്ലോ, നന്ദിയോടെ തുള്ളിച്ചാടി നാം ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാമോ? പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്, ആ വാക്ക് അതിനകത്ത് രണ്ടാമത്തെ വിഷയമാണ്. ഏത് രക്ഷയാണ്? പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുക. ഈ പാപം എന്നുള്ളതിന് ഉലകത്തിൽ ധാരാളം നിർവചനങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച ആളുകൾ നൽകിയിട്ടുണ്ട്. ഞാനും ചെറിയ തോതിൽ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു പാരായകനാണ്. ആർഷഭാരതത്തിലെ പൂർവിക സംസ്കാര കൃതികൾക്കകത്ത് കൊടുത്തിരിക്കുന്ന പ്രയോഗം, സ്തോത്രം, ക്രോധം, കോപം, ലോകം, മതം, പാപം എന്നിവ. പാപത്തെക്കുറിച്ച് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നരകത്തിൻ്റെ കവാടമെന്നാണ്. BC 556 ജീവിച്ചിരുന്ന ബുദ്ധൻ ഒരിക്കൽ പറയുകയുണ്ടായി, അത് ജ്ഞാനരഹിതമായ ജീവിതമാണ് പാപമെന്ന്. ജോൺ വെസ്ലി ഒരിക്കൽ പറഞ്ഞു, സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ സൃഷ്ടാവായ ദൈവം മനുഷ്യനിൽ അടക്കി വച്ചിട്ടുള്ള ആത്മീകതയ്ക്കും ധാർമ്മികതയ്ക്കും എതിരെ പ്രവർത്തിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തിയാണ് പാപമെന്ന്. ദൈവ സൃഷ്ടിയിൽ ഉന്നതരായ ദൂതന്മാർക്ക് ഇടയിൽ നിന്നും ദൈവ സൃഷ്ടിയിൽ ശ്രേഷ്ഠരായ കെരൂബുകൾക്ക് ഇടയിൽ നിന്നും സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്ക് ഇടയിലും കുടിയേറി പാർത്ത പ്രാകൃത പ്രതിഭാസമാണ് പാപമെന്ന്. പൗലോസ് പാപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 55-ാം വാക്യം. ഞാൻ ആ പോയിന്റ് മാത്രം അങ്ങ് പറയാം. സ്തോത്രം. മരണമെന്ന മഹാസർപ്പത്തിന്റെ വിഷമുള്ളാണ്
പാപം എന്ന് പോൾ വീണ്ടും പറഞ്ഞിട്ടുള്ള റോമാലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ ലോകത്തിൽ പ്രവേശിച്ചതാണ് ഈ പാപം. സ്തോത്രം. നോക്കണേ, യാക്കോബ് അപ്പോസ്തലൻ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞു, മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുമെന്ന്. പാപം മനുഷ്യനിൽ വന്നത്, മനുഷ്യൻ പാപം ചെയ്തത്, സ്തോത്രം, പാപം പ്രവൃത്തിയാൽ അവൻ പാപിയാകുകയല്ലായിരുന്നു. ശ്രദ്ധിക്കണേ പ്രിയരെ, നമ്മളൊക്കെ ജനിച്ചത് പാപിയായിട്ടാണ്. ജന്മനാ വന്ന പാപത്തിന് ബൈബിൾ പഠിപ്പിക്കുന്നത് ജന്മപാപമെന്നാണ്. ആരെയും കക്കാൻ പഠിപ്പിക്കുന്നില്ല, ആരെയും തെറ്റായ മാർഗങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ടെൻഡൻസി, ഇതൊക്കെ മനുഷ്യനകത്ത് അന്തർലീനമാണ്. ജന്മപാപത്തിൽ അങ്ങനെ പാപിയായി ജനിച്ചവർ പാപം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ജന്മപാപം, കർമ്മപാപം, സ്തോത്രം. എന്നാൽ ഈ പാപത്തിൽ നിന്ന് വിമോചനം നൽകാൻ ഉലകത്തിൽ ഒത്തിരി തത്വങ്ങൾ ഈ ലോകത്തിൽ ഉയർത്തിയിട്ടുണ്ട്. അത് 1, 2, 3 പറയാൻ നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ട്. വിസ്താര ഭയത്താൽ ഞാൻ അവിടെയൊക്കെ പ്രവേശിക്കുന്നില്ല. അഭാവുകം കട്ട് ചെയ്ത് കളയുക. സ്തോത്രം. യേശു ആണ് പാപം മോചിച്ചിരിക്കുന്നു എന്നുള്ള പദം അവൻ ഈ മുഖത്ത് വന്ന് പ്രസ്താവിച്ചത്. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ പാപം മോചിക്കാൻ ഇവൻ ആര് എന്ന് പരീക്ഷ വൃന്ദം ചോദിക്കുന്നുണ്ട്. യേശു പാപം മോചിക്കാൻ യേശുവിന് എങ്ങനെ പറ്റും? തിമത്തിയോസിന് 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശു വന്നത് തന്നെ പാപിയെ രക്ഷിക്കാനാണ്. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനവുമാണ്. സ്തോത്രം. വസ്തുതകൾ നാം കൃത്യമായി ഗ്രഹിച്ചു പോകണം. ആമേൻ. ഞാൻ ഈ പോയിന്റിന്റെ ഇടയ്ക്ക് ഒരു കാര്യം അങ്ങ് പറയുക. ആത്മാവിലും പരിശുദ്ധാത്മ നിറവിലും ആരാധിക്കുക എന്നുള്ളത് പെന്തക്കോസ്ത് ഉപദേശത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. എന്നാൽ അത് മാത്രമല്ല, ആത്മരക്ഷയ്ക്ക് വില കൊടുക്കാത്ത, ആമേൻ, ഉപദേശപരമായ അടിസ്ഥാന ഉപദേശങ്ങളിലെ മറ്റുള്ള ഭാഗങ്ങൾക്ക് വില കൊടുക്കാത്ത, ഒച്ചപ്പാട് മാത്രം ആണ് ഇതിൻ്റെ ലക്ഷണമെന്ന് കാണുന്നത്. പുതിയ നിയമസഭയുടെ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭയുടെ ഉപദേശഭാഗമല്ല. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രക്ഷിക്കപ്പെടാത്തവർക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുകയല്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി പ്രിയമുള്ളവർ ബൈബിൾ പഠിക്കണം. ദൈവത്തിൻ്റെ പുത്രനെ ഈ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ ഈ ലോകത്തിലേക്ക് അയച്ചു, പാപപരിഹാരത്തിന് വേണ്ടി. ആമേൻ. യേശു കർത്താവ്, വിസ്താരമുള്ള വിഷയം ഞാൻ അങ്ങ് ചുരുക്കുകയാണ്. സ്തോത്രം. യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? രക്ഷകനേ എന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യേശുവേ എന്ന് വിളിച്ചെടുത്തെല്ലാം കർത്താവ് ഇടപെട്ടിട്ടുണ്ട്. ഭർത്തിമായി വിളിച്ചു യേശുവേ, യേശു നിന്നു. ആ കർത്താവ് ഇന്ന് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
എൻ്റെ വിഷയത്തിന് വേണ്ടി എൻ്റെ കർത്താവ് ഇടപെടും. എൻ്റെ വിഷയത്തിന് വേണ്ടി എൻ്റെ കർത്താവ് ഇടപെടും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. യേശുവേ എന്ന് വിളിച്ചവരെ ആരെയും കർത്താവ് വെറുതെ വിട്ടിട്ടില്ല. യേശുവേ എന്ന് വിളിച്ചവന് പാപമോചനം, യേശുവേ എന്ന് വിളിച്ചവന് രോഗസൗഖ്യം. ഹല്ലേലൂയ. ക്രൂശിൽ കിടന്ന കള്ളൻ യേശുവേ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണേ. സ്തെഫാനോസിന്റെ ശരീരത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി കല്ലുകൾ വരുമ്പോൾ യേശുവേ കൈക്കൊള്ളണേ. നോക്കണേ, എവിടെയെല്ലാം യേശുവേ എന്ന് ഇക്ഷിതിയിൽ നിന്നൊരു ധ്വനി തൻ്റെ മക്കൾ ക്ഷീണിച്ച് വിളിച്ചിട്ടുണ്ടോ, വിഷമവൃത്തത്തിൽ ഇരുന്ന് നിലവിളിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം ഇറങ്ങി വന്ന് ഇടപെട്ടവൻ ഇന്ന് പകൽ ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു? ആമേൻ. യേശുവേ എന്ന് വിളിക്കുമ്പോൾ വൈഡാരാധന ശബ്ദനാദികൾ കമനിയാന്തന അർത്ഥരാജനകസിയാന്തന ആ വിളിക്കുന്നവന്റെ അരികിലേക്ക് അടുത്തു വരുന്ന മനസ്സലിവുള്ള നാഥന്റെ ചുവട്ടടികൾ നിന്റെ അരികിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ അല്പനേരം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ചാട്ടെ. ഈ ആരാധനക്കകത്ത് പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന നീ, വന്നിരിക്കുന്ന ദൈവ പൈതൽ, വന്നിരിക്കുന്ന അപ്പച്ച, വന്നിരിക്കുന്ന അമ്മച്ചി, വന്നിരിക്കുന്ന സഹോദര സഹോദരി, യേശുവേ എന്ന് വിളിക്കുമ്പോൾ, യേശുവേ എന്ന് വിളിക്കുമ്പോൾ വൈഡമാനകൾ ഖമനിയാധനാസ് പാടിയ പാട്ടിന്റെ ഈരടികൾ പോലെ ഏത് മാറയ്ക്ക് സമാനമായ അനുഭവത്തിൽ നിന്നും യേശുവേ എന്ന് വിളിക്കുമ്പോൾ നിന്റെ കൈപ്പിനകത്തേക്ക് മാധുര്യവാൻ വരികയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ആരാധനയ്ക്കകത്ത് കടന്നു വന്ന തീവ്രമായ മനോവേദനയോടും ആമേൻ ആമേൻ നിരവധി ചോദ്യങ്ങളോടും ആമേൻ ഹൃദയത്തിനകത്ത് ആവലാതിയോടും എന്തായി തീരുമെന്നുള്ള ആ വലിയ മനോഭാരത്തോടുമാണെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് യേശുവേ എന്ന് വിളിക്കുമ്പോൾ നിന്റെ ഉള്ളത്തിനകത്ത് പർവ്വതീകരിക്കപ്പെട്ട് കിടക്കുന്ന, ഉയർത്തപ്പെട്ട് നിൽക്കുന്ന സമസ്ത കേസുകളും യേശുവിന്റെ നാമത്തിന്റെ മുൻപിൽ അധികാരമുള്ള നാമത്തിന്റെ ഇടപെടലിനാൽ ഹീലിംഗ് ഉണ്ടാകുകയാണ്. ലജ്ജയില്ലാതെ, മടിയില്ലാതെ യേശുവേ, എല്ലാ കണ്ണുമടച്ച് യേശുവേ യേശുവേ എന്ന് ഹൃദയം കൊണ്ട് വിളിക്കാൻ എല്ലാ വായും തുറക്കപ്പെടട്ടെ. ഇന്ന് ഞാൻ ഈ ആരാധനയ്ക്കകത്ത് വലിയൊരു പ്രതീക്ഷയോടെ വന്നിരിക്കുന്നത്. എനിക്കൊരു സൗഖ്യം ആവശ്യമാണ്. എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങൾ നീക്കപ്പെടണം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വേണം. എത്ര പേർക്ക് കാംക്ഷയുടെ കരങ്ങളൊന്ന് ഉയർത്താമോ? ഒരു വാക്കിൽ പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ എന്ന് ഉള്ളം കൊണ്ട് വിളിക്കുന്നവർ, വായ് തുറന്ന് വിളിക്കുന്ന ഈ നിന്റെ മക്കളുടെ അരികിലേക്ക് അങ്ങ് അടുത്തു ചെന്ന് ഇപ്പോൾ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണ് അവരുടെ സംഭവ സാഹചര്യ അവസ്ഥകളെ വിവേചിച്ച് തൊടുന്നതിനാൽ നന്ദി, വിടുവിക്കുന്നതിനാൽ നന്ദി, രക്ഷിക്കുന്നതിനാൽ നന്ദി, സ്ഥിതി മാറ്റുന്നതിനാൽ നന്ദി, അത്ഭുതം പ്രവർത്തിക്കുന്നതിനാൽ നന്ദി. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. കർത്താവ് വലിയവ ചെയ്തു എന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ.